Chapter 4 British Exploitation and Resistance. ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഇന്ത്യക്കാരുടെ ചെറുത്തുനിൽപ്പും. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ തുടങ്ങി. അവരുടെ ചൂഷണത്തെ ഇന്ത്യക്കാർ റെസിസ്റ്റ് ചെയ്തു, പ്രതിരോധിച്ചു, ചെറുത്തുനിന്നു. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. The British laid the foundation of their empire in India in the Battle of Plassey in 1757. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയുമായുള്ള കച്ചവടത്തിനാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വന്നത് ട്രേഡിന് വേണ്ടിയായിരുന്നു, കച്ചവടത്തിന് വേണ്ടിയായിരുന്നു. കച്ചവടത്തിന് വേണ്ടി വന്ന ഈ കമ്പനി ക്രമേണ ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അന്ന് ബംഗാൾ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ അവരുടെ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. പിന്നീട് 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചു. 1757 മുതൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. അങ്ങനെ 100 വർഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുകയുണ്ടായി. ഈ കാലഘട്ടത്തിൽ അവർ ഇന്ത്യയിൽ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷ് നയങ്ങളുടെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്. Farmers were the immediate victims of British rule. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് കർഷകരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഇമ്മീഡിയറ്റ് വിക്ടിംസ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത് ഇന്ത്യയിലെ ഫാർമേഴ്സിനായിരുന്നു, കർഷകർക്കായിരുന്നു. ഫാർമേഴ്സ് വെയർ ദ ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. It was the land revenue system implemented by the British that destroyed the backbone of farmers. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം, ലാൻഡ് റവന്യൂ സിസ്റ്റം, ഭൂമിയിൽ നിന്ന് നികുതി പിരിക്കുന്ന സമ്പ്രദായം, അതാണ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇന്ത്യയിലെ കർഷകരുടെ നട്ടെല്ലൊടിച്ചു. ഇന്ത്യയിലെ കർഷകരെ വളരെ ദോഷകരമായി ബാധിച്ചു ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ സിസ്റ്റം. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഫാർമേഴ്സ് ആയിരുന്നു. ഫാർമേഴ്സ് ഓർ പെസൻസ് വേർ ദ ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. The land revenue systems implemented by the British in India destroyed the backbone of farmers. ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇന്ത്യയിലെ കർഷകരുടെ നടുവൊടിച്ചു, നട്ടലൊടിച്ചു. The aim of their tax policy was to maximize the income. അവരുടെ ടാക്സ് പോളിസിയുടെ, നികുതി നയത്തിൻ്റെ, റവന്യൂ പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയിൽ നിന്ന് പരമാവധി ഇൻകം ഉണ്ടാക്കുക, ഇന്ത്യയിൽ നിന്ന് പരമാവധി പണം ഉണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ പോളിസിയുടെ പ്രധാന ലക്ഷ്യം. The British implemented different land revenue policies in different parts of India. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല പേരിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ആണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ പേര് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി എന്നായിരുന്നു. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പിരിവ് സമ്പ്രദായമാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം. കേരളം ഉൾപ്പെടുന്ന കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സൗത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ പോളിസിയുടെ പേരായിരുന്നു റയഡ്വാരി സിസ്റ്റം. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ, വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നടപ്പിലാക്കിയ
റവന്യൂ സിസ്റ്റത്തിന്റെ പേരാണ് മഹൽവാരി സിസ്റ്റം. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ പേര് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായം. തെക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ പേര് റയഡ്വാരി സിസ്റ്റം. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റത്തിന്റെ പേര് മഹൽവാരി സിസ്റ്റം എന്നായിരുന്നു. ഫസ്റ്റ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി. എന്താണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി സിസ്റ്റം? The permanent land revenue settlement was implemented by the British Governor General Cornwallis, Lord Cornwallis. അന്നത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കിയത്. In permanent land revenue settlement, the tax was collected by zamindars. The permanent land revenue settlement was implemented in Bengal, Bihar, Orissa regions. ഇതിന്റെ ഫീച്ചേഴ്സ് അതൊക്കെയാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് നടപ്പിലാക്കിയത്. ഈ സമ്പ്രദായം അനുസരിച്ച് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ജന്മിമാർക്ക് നൽകി, സെമീന്ദാർമാർക്ക് നൽകി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം ഇന്ത്യയിലെ തന്നെ ജന്മിമാർക്ക് നൽകി, സെമീന്ദാർമാർക്ക് നൽകി. അപ്പൊ ഈ സിസ്റ്റം അനുസരിച്ച്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അനുസരിച്ച് ടാക്സ് കളക്ട് ചെയ്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. The tax was collected by zamindars, ജന്മിമാർ, landlords. Zamindar was the owner of the entire land where he had the jurisdiction to collect tax. തനിക്ക് നികുതി പിരിക്കാനുള്ള പ്രദേശത്തിന്റെ മുഴുവൻ ഓണറാക്കി മാറ്റി ബ്രിട്ടീഷുകാർ, സെമീന്ദാർമാർ. താൻ നികുതി പിരിക്കുന്ന ഭൂപ്രദേശത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായി മാറി സെമീന്ദാർമാർ. The actual farmers became tenants. അതോടെ യഥാർത്ഥ കർഷകരെല്ലാം കുടിയാന്മാരായി. ടെനന്റ് എന്ന് പറഞ്ഞാൽ എ ഫാർമർ വിത്തൗട്ട് ലാൻഡ്, മലയാളത്തിൽ കുടിയാൻ എന്ന് പറയും. സ്വന്തം പേരിൽ കൃഷിഭൂമി ഇല്ലാത്ത കർഷകരെയാണ് കുടിയാൻ അല്ലെങ്കിൽ ടെനന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അനുസരിച്ച് കർഷകരുടെ ഭൂമിയെല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് സെമീന്ദാർമാർക്ക് നൽകി, ജന്മിമാർക്ക് നൽകി. സെമീന്ദാർമാരാണ് നികുതി പിരിച്ചിരുന്നത്. സെമീന്ദാർമാർ ഭൂമിയുടെ ഉടമസ്ഥന്മാർ, എല്ലാ ഭൂമിയുടെയും ഉടമസ്ഥന്മാരായി സെമീന്ദാർമാർ. ഫാർമേഴ്സ് വേർ ടു പേ അപ് ടു 60% ഓഫ് ദ yield as tax. കർഷകർ 60% തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിന്റെ 60% ടാക്സായി നൽകേണ്ടി വന്നു. ഫാർമേഴ്സ് വേർ ടു പേ 60% of the yield as tax. Tax was to be paid even at the time of poor yield. വിളവ് മോശമായാലും വിളവ് കുറഞ്ഞാലും കൃത്യമായി ടാക്സ് നൽകണമായിരുന്നു. 60% ഈൽഡിന്റെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ 60% ടാക്സായി നൽകണം. വിളവ് മോശമായാലും ടാക്സ് കൃത്യമായി നൽകണം. ടാക്സ് വാസ് ടു ബി പെയ്ഡ് in the form of cash strictly before the cut off date. പണമായി അവസാന തീയതിക്കുള്ളിൽ ടാക്സ് നൽകണമായിരുന്നു. ടാക്സ് പണമായി തന്നെ നൽകണം, കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് തന്നെ നൽകണം. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ്. നികുതി പണമായി തന്നെ നൽകണമായിരുന്നു, അവസാന തീയതിക്കുള്ളിൽ നികുതി നൽകണമായിരുന്നു. ഇതെല്ലാമാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിന്റെ ഫീച്ചേഴ്സ്. നടപ്പിലാക്കിയത് ലോർഡ് കോൺവാലിസ് ആണ്. അന്നത്തെ ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്ന, ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ലോർഡ് കോൺവാലിസ് ആണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കിയത്. ഇതിന്റെ മറ്റൊരു പേരാണ് ജമീന്ദാരി. നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. ഈ സിസ്റ്റം അനുസരിച്ച് സെമീന്ദാർമാരായിരുന്നു കൃഷിഭൂമിയുടെ ഉടമസ്ഥന്മാർ. In permanent land revenue settlement, the tax was collected by the zamindars. ടാക്സ് കളക്ട് ചെയ്തിരുന്നത് സെമീന്ദാർമാരായിരുന്നു. നികുതി പിരിച്ചിരുന്നത് ജന്മിമാരായിരുന്നു, സെമീന്ദാർമാരായിരുന്നു. സെമീന്ദാർ became the owner of the entire land. ആകെ കൃഷിഭൂമിയുടെ ഉടമസ്ഥന്മാരായി മാറി സെമീന്ദാർമാർ. Actual farmers became tenants. യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. Farmers were compelled to pay 60% of the yield as tax. വിളവിന്റെ 60% കർഷകർ നികുതിയായി നൽകേണ്ടി വന്നു. Tax was to be paid during poor yield.
വിളവ് മോശമായാലും വിളവ് കുറഞ്ഞാലും കൃത്യമായി നികുതി നൽകണമായിരുന്നു. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് സ്ട്രിക്ട്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. അവസാന തീയതിക്ക് മുമ്പ് നികുതി പണമായി നൽകണമായിരുന്നു. ഇതെല്ലാമാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിന്റെ ഫീച്ചേഴ്സ്. സൗത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ റവന്യൂ സിസ്റ്റമാണ് റയറ്റ് വാരി സിസ്റ്റം. റയറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഫാർമർ എന്നാണ്, കർഷകൻ എന്നാണ്. കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഒരു സമ്പ്രദായമാണ് റയറ്റ് വാരി സിസ്റ്റം. ദ റയറ്റ് വാരി സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു ഭൂനികുതി സമ്പ്രദായമാണ് റയറ്റ് വാരി സിസ്റ്റം. In this system, the British collected tax directly from the farmers. ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത, റയറ്റ് വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യയിലാണ് നടപ്പിലാക്കിയത്. സൗത്ത് ഇന്ത്യ. The Rayat Wari system was implemented in South India. In this system, the British collected tax directly from farmers. ബ്രിട്ടീഷുകാർ നേരിട്ട് കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു ഈ സമ്പ്രദായത്തിൽ. അതുകൊണ്ട് തന്നെ the farmers were the owners of land. ഈ സിസ്റ്റം അനുസരിച്ച് ലാൻഡ് ഓണേഴ്സ് ഫാർമേഴ്സ് ആണ്. എന്നാൽ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അനുസരിച്ച് ലാൻഡ് ഓണേഴ്സ് ജമീന്ദാർമാരാണ്, ജമീന്ദാർസ് ആണ് ഇവിടെ. റയറ്റ് വാരി സിസ്റ്റത്തിൽ ലാൻഡ് ഓണേഴ്സ് ഫാർമേഴ്സ് തന്നെയാണ്. ബട്ട് ഹൈ റേറ്റ് ഓഫ് ടാക്സ് ഓർ എക്സസീവ് ടാക്സ് റേറ്റ് ഇംപോവറിഷ്ഡ് ദ ഫാർമേഴ്സ്. ഈ സിസ്റ്റം അനുസരിച്ച് ഫാർമേഴ്സ് ലാൻഡ് ഓണേഴ്സ് ആയിരുന്നെങ്കിലും ഉയർന്ന നികുതി അവരെ ദരിദ്രരാക്കി മാറ്റി. ഉയർന്ന ടാക്സ് റേറ്റ് കർഷകരെ ദരിദ്രരാക്കി മാറ്റി. ടാക്സ് റേറ്റ്സ് വെയർ ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ്. കൂടെ കൂടെ ടാക്സ് റേറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. ഇത് കർഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. റയറ്റ് വാരി സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. ഇൻ ദിസ് സിസ്റ്റം ഫാർമേഴ്സ് വെയർ ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, but high rate of tax imposed to the farmers. Tax rates were frequently increased. നികുതി കൂടെ കൂടെ വർദ്ധിപ്പിച്ചിരുന്നു. ഇത് കർഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. നെക്സ്റ്റ്, മഹൽവാരി സിസ്റ്റം. The Mahalwari system was implemented in North West India. വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിൽ, നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരു റവന്യൂ സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം. മഹൽ എന്ന വേർഡിന്റെ അർത്ഥം വില്ലേജ് എന്നാണ്, ഗ്രാമം എന്നാണ്. മഹൽ, റൈറ്റിന്റെ അർത്ഥം ഫാർമർ എന്നാണ്. മഹൽ എന്ന് പറഞ്ഞാൽ വില്ലേജ് ആണ്, ഗ്രാമമാണ്. The Mahalwari system was implemented in North West India. In this system, the village headman was assigned the responsibility to collect a tax. ഈ സിസ്റ്റം അനുസരിച്ച് ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാനുള്ള അധികാരം ഗ്രാമത്തലവന്മാർക്ക് നൽകി. ഓരോ ഗ്രാമത്തിൻ്റെയും ഓരോ മഹലിൻ്റെയും, അന്ന് ഇന്ത്യയിൽ ഓരോ മഹലിനും ഓരോ ഹെഡ് ഉണ്ടായിരുന്നു, ഓരോ ഗ്രാമത്തിനും ഓരോ ഗ്രാമത്തലവൻ ഉണ്ടായിരുന്നു. ഈ സമ്പ്രദായം അനുസരിച്ച് ഗ്രാമത്തലവന്മാരെ നികുതി പിരിക്കാൻ ഏൽപ്പിച്ചു. The Mahalwari system was implemented in North West India. In this system, village headman was assigned to collect tax from farmers. Tax rate was very high. Tax rate വളരെ ഹൈ ആയിരുന്നു. Tax was to be paid in the form of cash. ക്യാഷായി തന്നെ ടാക്സ് നൽകണമായിരുന്നു. ഇതെല്ലാം ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകതയായിരുന്നു. മഹൽവാരി സിസ്റ്റം implemented in North West India. In this system, the tax was collected by village headman. Village headman was assigned the responsibility to collect a tax. The tax rate was very high, excessive. In this system, the entire village is considered as a single unit for tax collection. ഈ സിസ്റ്റം അനുസരിച്ച് ഒരു ഗ്രാമത്തെ മുഴുവൻ ഒറ്റ യൂണിറ്റായി കണക്കാക്കിയിരുന്നു. ഒരു ഗ്രാമത്തെ ഒറ്റ യൂണിറ്റായി കണക്കാക്കിയാണ് ടാക്സ് പിരിച്ചിരുന്നത്. In Mahalwari system, the entire village or mahal is considered as a single unit to collect tax. ടാക്സ് കളക്ട് ചെയ്യാനായി ഒരു ഗ്രാമത്തെ, ഓരോ ഗ്രാമത്തെയും ഓരോ യൂണിറ്റായി, ഒരു ഗ്രാമത്തെ മുഴുവൻ ഒറ്റ യൂണിറ്റായി കണക്കാക്കിയാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ഇത് മൂന്നുമാണ് ബ്രിട്ടീഷുകാരുടെ ലാൻഡ് റവന്യൂ പോളിസീസ്.
The land revenue policies implemented by the British affected Indian agricultural sector. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയം ഇന്ത്യൻ കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. അങ്ങനെ ഇന്ത്യയിലെ കർഷകർ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷന് വിധേയരായി. ബ്രിട്ടീഷുകാരുടെ തെറ്റായ ലാൻഡ് റവന്യൂ പോളിസി മൂലം, തെറ്റായ നികുതി നയം മൂലം വിളവ് മോശമായാലും നികുതി നൽകണം, ഉയർന്ന നിരക്കിലുള്ള നികുതി നൽകണം, നികുതി പണമായി നൽകണം. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ വ്യവസ്ഥകളായിരുന്നു. ഇതുമൂലം ഇന്ത്യയിലെ കർഷകർ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷന് വിധേയരായി, പണം പലിശയ്ക്ക് കൊടുക്കുന്നവരുടെ ചൂഷണത്തിന് വിധേയരായി. The land revenue policies implemented by the British affected Indian agricultural sector. The land revenue policies implemented by the British affected Indian agricultural sector. When the farmers were unable to pay tax in the form of money before the deadline, they had to take a loan from money lenders at a high rate of interest by mortgaging their agricultural land. ഇന്ത്യയിലെ ഫാർമേഴ്സിന് അവസാന തീയതിക്ക് മുമ്പ് നികുതി പണമായി നൽകാൻ കഴിയാതെ വരുമ്പോൾ, വിളവ് മോശമാകുമ്പോൾ അവസാന തീയതിക്ക് മുമ്പ് നികുതി പണമായി നൽകാൻ കഴിയാതാവും. അങ്ങനെ അവസാന തീയതിക്ക് മുമ്പ് നികുതി പണമായി നൽകാൻ കഴിയാതാവുമ്പോൾ കർഷകർ അവരുടെ കൃഷിഭൂമി പണയം വെച്ച് മണി ലെൻഡേഴ്സിൽ നിന്ന്, പണം പലിശയ്ക്ക് കൊടുക്കുന്നവരിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്ത് നികുതി അടയ്ക്കേണ്ടി വന്നു. The loans were obtained by mortgaging agricultural land. The agricultural land of the farmers who could not pay back the loan and interest was seized by the money lenders. ലോണും അതിൻ്റെ പലിശയും കൃത്യമായി തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്ന കർഷകരുടെ കൃഷിഭൂമിയെല്ലാം മണി ലെൻഡേഴ്സ് കൈവശപ്പെടുത്തി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ഇന്ത്യൻ കാർഷിക മേഖലയെ വളരെ ദോഷകരമായി ബാധിച്ചു. ഇന്ത്യൻ കർഷകർ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷന് വിധേയരായി. ഇന്ത്യയിലെ കർഷകർ മണി ലെൻഡേഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷന് വിധേയരാകാൻ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഉയർന്ന നിരക്കിലുള്ള നികുതിയും വിളവ് മോശമായാലും കൃത്യമായി നികുതി നൽകണമെന്നുള്ള ബ്രിട്ടീഷുകാരുടെ വ്യവസ്ഥകളുമാണ് ഇന്ത്യൻ കാർഷിക മേഖലയെ തകർത്തത്. The land revenue policies implemented by the British affected Indian agricultural sector. When the farmers were unable to pay the land tax in the form of money before the deadline, they were compelled to take a loan from money lenders by mortgaging their agricultural land. The agricultural land of the farmers who could not pay back the loan and interest was seized by the money lenders. ലോണും പലിശയും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകരുടെ കൃഷിഭൂമി മണി ലെൻഡേഴ്സ് കൈവശപ്പെടുത്തി. അങ്ങനെ ഇന്ത്യയിലെ കർഷകർ മണി ലെൻഡേഴ്സിന്റെ ചൂഷണത്തിന് വിധേയരായി. നെക്സ്റ്റ്, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. The British commercialized Indian agricultural sector. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ കാർഷിക മേഖലയെ വാണിജ്യവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്സിന് പകരം, ഫുഡ് ക്രോപ്സിന് എക്സാമ്പിൾ റൈസ്, വീറ്റ്, ബാർലി, ഇതെല്ലാം ഫുഡ് ക്രോപ്സ് ആണ്. ക്യാഷ് ക്രോപ്സ് ടീ, റബ്ബർ, ഇൻഡിഗോ, കോഫി, ഇതെല്ലാം ക്യാഷ് ക്രോപ്സ് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കർഷകരെ ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ കമ്പൽ ചെയ്തു. The British compelled Indian farmers to cultivate cash crops instead of food crops. This transformation is known as commercialization of agriculture. ഇതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അങ്ങനെ
ഇന്ത്യൻ കാർഷിക മേഖലയിലുണ്ടായ ഈ ചേഞ്ചിനെയാണ്, ഈ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞാൽ ചേഞ്ച്, മാറ്റം. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ കർഷകർ കൂടുതലും ഫുഡ് ക്രോപ്സ് ആണ് കൃഷി ചെയ്തിരുന്നത്. ഗോതമ്പും അരിയും ഒക്കെയാണ് കൃഷി ചെയ്തിരുന്നത്, ഗോതമ്പും നെല്ലൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി അവർ ഇന്ത്യയിലെ ഫാർമേഴ്സിനെ റബ്ബർ, ഇൻഡിഗോ മുതലായ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ കമ്പൽ ചെയ്തു, നിർബന്ധിച്ചു. ഈ മാറ്റത്തിനെയാണ് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് നോൺ ആസ് കൊമേഴ്സ്യലൈസേഷൻ. ഈ മാറ്റത്തിനെയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യൻ കാർഷിക മേഖലയെ വാണിജ്യവൽക്കരിച്ചത്, കൊമേഴ്സ്യലൈസ് ചെയ്ത്. ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റം. The British compelled Indian farmers to cultivate cash crops instead of food crops. This transformation is known as commercialization of agriculture. Indigo revolt. Indigo is an agricultural product used for dyeing clothes before the invention of artificial dyes. ഇന്ന് നാം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കെമിക്കൽസ് കൊണ്ടുണ്ടാക്കിയ ചായങ്ങളാണ്, ആർട്ടിഫിഷ്യൽ ഡൈസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഡൈസ് കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആദ്യകാലങ്ങളിൽ തുണികൾക്ക് നിറം കൊടുക്കാൻ ഇൻഡിഗോ എന്ന പ്ലാന്റിൻ്റെ ലീവ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇൻഡിഗോ എന്ന ചെടിയുടെ ഇല പിഴിഞ്ഞെടുത്ത് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരാണ്, അതിൻ്റെ ചാറാണ് തുണികൾക്ക് നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. ബംഗാളിലെ ഇൻഡിഗോ ഫാർമേഴ്സ് നടത്തിയ റിവോൾട്ടിനെയാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നത്. നീലം കലാപം 1859 ബംഗാളിലെ നീലം കർഷകർ കലാപം നടത്തിയത്. ഇൻഡിഗോ റിവോൾട്ടിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. The British industrialists gave indigo farmers a good amount as advance for the cultivation of indigo. ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാരായ വ്യവസായികൾ നീലം കർഷകർക്ക് ഒരു തുക മുൻകൂറായി നൽകി. അവർക്ക് നീലം കൃഷി ചെയ്ത് കൊടുക്കുന്നതിനായി ഇന്ത്യയിലെ ഇൻഡിഗോ ഫാർമേഴ്സിന് ബ്രിട്ടീഷുകാർ ഒരു തുക അഡ്വാൻസ് ആയി നൽകി. Each farmer who accepted the advance amount from the British was liable to plant indigo in a fixed portion of his land. അങ്ങനെ ബ്രിട്ടീഷ് വ്യവസായികളിൽ നിന്ന് മുൻകൂറായി പണം കൈപ്പറ്റിയ ഇൻഡിഗോ ഫാർമേഴ്സ് അവരുടെ കൃഷിഭൂമിയുടെ ഒരു ഭാഗത്ത്, വലിയൊരു ഭാഗത്ത് അവർക്ക് വേണ്ടി, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി. The farmers were compelled to cultivate indigo for the British in the most fertile part of their land. അവരുടെ കൃഷിഭൂമിയുടെ ഏറ്റവും ഫെർട്ടിലിറ്റിയുള്ള, ഏറ്റവും ഫലഭൂഷ്ടിയുള്ള ഭാഗത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ ഇന്ത്യയിലെ ഫാർമേഴ്സ് നിർബന്ധിതരായി. Due to the interference of the British agents in the harvesting season, farmers received only a lower price for indigo. ഇൻഡിഗോയുടെ വിളവെടുപ്പ് സമയത്ത് ബ്രിട്ടീഷുകാരായ ഏജന്റുമാർ ഇൻഡിഗോ വാങ്ങാൻ വരുന്നത് കൊണ്ട് ഇൻഡിഗോ ഫാർമേഴ്സിന് വളരെ കുറഞ്ഞ വിലയാണ് ലഭിച്ചിരുന്നത്. Later, artificial colors were invented. Indigo became obsolete. പിന്നീട് കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചതോടെ ഇൻഡിഗോയ്ക്ക് ആവശ്യക്കാരില്ലാതായി. ഇതാണ് ഇൻഡിഗോ റിവോൾട്ടിന്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ ബംഗാളിലെ ഇൻഡിഗോ ഫാർമേഴ്സിന്റെ പ്ലൈറ്റിനുള്ള കാരണം ഇതാണ്. ദിസ് മെയ്ഡ് ദ പ്ലൈറ്റ് ഓഫ് ഇൻഡിഗോ ഫാർമേഴ്സ്. ഇതാണ് ബംഗാളിലെ നീലം കർഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇൻഡിഗോ റിവോൾട്ടിന്റെ കാരണങ്ങൾ. അപ്പോൾ ഇൻഡിഗോ റിവോൾട്ടിന്റെ കാരണങ്ങൾ ചോദിക്കുന്നത് ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് gave indigo farmers a good amount as advance for cultivating indigo. The farmer who accepted the amount from the British were compelled to cultivate indigo in the most fertile part of their land.
Due to the harvesting season, due to the interference of the British agents, farmers get only very low price to their indigo. When artificial dyes discovered, indigo became obsolete. കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചതോടെ ഇൻഡിഗോ ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായി മാറി. This made the plight of the farmers more miserable. അതോടെ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിന്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറി. ഇതാണ് ഇൻഡിഗോ റിവോൾട്ടിന്റെ കാരണങ്ങൾ, നീലം കലാപത്തിന്റെ കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, ബ്രിട്ടീഷുകാരായ വ്യവസായികൾ നീലം കർഷകർക്ക് ഒരു തുക അഡ്വാൻസായി നൽകി. അഡ്വാൻസ് കൈപ്പറ്റിയ ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ് അവരുടെ ലാൻഡിന് കൂടുതൽ ഫെർട്ടിലിറ്റി ഉള്ള ഭാഗത്ത് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ കമ്പൽഡായി. വിളവെടുപ്പ് സമയത്ത് ബ്രിട്ടീഷുകാരായ ഏജന്റുമാരുടെ ഇടപെടൽ മൂലം ഇൻഡിഗോയ്ക്ക് കുറഞ്ഞ വിലയാണ് ലഭിച്ചിരുന്നത്. അത് മറ്റൊരു കാരണം. കൃത്രിമ ചായങ്ങൾ കണ്ടുപിടിച്ചതോടെ ഇൻഡിഗോയ്ക്ക് ആവശ്യമില്ലാതായി മാറി. ഇതാണ് ഇൻഡിഗോ ഫാർമേഴ്സിന്റെ ദുരിതത്തിന് കാരണമായത്, അല്ലെങ്കിൽ ഇതാണ് ഇൻഡിഗോ റിവോൾട്ടിന്റെ കാരണങ്ങൾ. What is Indigo Revolt? എന്താണ് ഇൻഡിഗോ റിവോൾട്ട്? In 1859, the Indigo farmers of Bengal organized themselves and declared that they were giving up indigo cultivation. 1859 ബംഗാളിലെ നീലം കർഷകർ സംഘടിക്കുകയും തങ്ങൾ നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് നിർത്തുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. They attacked indigo factories with bows and arrows, swords and spears. അവർ അമ്പും വില്ലും വാളും കുന്തവും ഉപയോഗിച്ച് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. In 1859, the indigo farmers of Bengal organized themselves and declared that they were giving up indigo cultivation. 1859 ബംഗാളിലെ നീലം കർഷകർ സംഘടിക്കുകയും തങ്ങൾ നീലം കൃഷി നിർത്തുകയാണ്, ഉപേക്ഷിക്കുകയാണ്, മതിയാക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് ബ്രിട്ടീഷുകാർക്ക് നിരവധി ഇൻഡിഗോ ഫാക്ടറികൾ ഉണ്ടായിരുന്നു. The indigo farmers attacked the indigo factories. ഈ ഇൻഡിഗോയുടെ ഇല പിഴിഞ്ഞ് നീരെടുക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നു. ആ ഇൻഡിഗോ ഫാക്ടറികൾ നീലം കർഷകർ ഇൻഡിഗോ ഫാർമേഴ്സ് ആക്രമിച്ചു. The indigo farmers of Bengal attacked indigo factories with bows and arrows, swords and spears. അമ്പും വില്ലും വാളും കുന്തവും, അമ്പ് വില്ല് വാള് കുന്തം മുതലായ ആയുധങ്ങൾ ഉപയോഗിച്ച് ബംഗാളിലെ നീലം കർഷകർ ഇൻഡിഗോ ഫാക്ടറികൾ ആക്രമിച്ചു. Several women also participated in this revolt. നിരവധി സ്ത്രീകളും ഈ കലാപത്തിൽ പങ്കെടുത്തു. The rioters excommunicated the British supporters and who were worked for the British. ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെയും അവർ പുറത്താക്കി, ഫാക്ടറികളിൽ നിന്ന് പുറത്താക്കി. കലാപകാരികൾ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുന്നവരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ആ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരെയും ഫാക്ടറികളിൽ നിന്ന് പുറത്താക്കി. Several educated people from Calcutta also participated in this revolt. നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. കൽക്കട്ടയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നരായ ആളുകളും ഇൻഡിഗോ റിവോൾട്ടിൽ പങ്കെടുത്തു. കലാപകാരികൾ ഫാക്ടറികൾ അറ്റാക്ക് ചെയ്തു. അമ്പും വില്ലും വാളും കുന്തവും ഉപയോഗിച്ച് ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകൾ ഈ കലാപത്തിൽ പങ്കെടുത്തു. ബംഗാളിൽ നിന്ന് കൽക്കട്ടയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നരായ ആളുകൾ, എഡ്യൂക്കേറ്റഡ് ആയ ആളുകളും കലാപത്തിൽ പങ്കെടുത്തു. കലാപകാരികൾ ഫാക്ടറികളിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സപ്പോർട്ടേഴ്സിനെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരെയും അവിടെ നിന്ന് പുറത്താക്കി. And the revolt had a strong effect on the British government. ഈ റിവോൾട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടാക്കി. The government immediately appointed a commission to study about. As a result of this revolt, the British government immediately appointed a commission to study about the problems of indigo farmers, and finally indigo cultivation was proposed to stop. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിന്റെ പ്രോബ്ലംസിനെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ബംഗാളിൽ ഇൻഡിഗോ കൾട്ടിവേഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇൻഡിഗോ റിവോൾട്ട് എന്നറിയപ്പെടുന്നത്.